ഇന്ത്യ രാജ്യം സ്ഥിരമായി ഭരിക്കുക, ഇതാണ് BJPയുടെ എല്ലാ കാലത്തെയും ലക്ഷ്യം. അത് BJPയുടെ മാത്രം ലക്ഷ്യമല്ല, സംഘപരിവാർ സംഘടനകളുടെ ആകെയുള്ള ലക്ഷ്യമാണ്. അതിനുവേണ്ടി ഏതു വഴിയും അവർ സഞ്ചരിക്കും. അതുതന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള സീറ്റ് ഘടന വെച്ച് സ്ഥിരഭരണം അതായിരുന്നു BJP ആദ്യം സ്വപ്നം കണ്ടത്. എന്നാൽ അത് സാധ്യമല്ല എന്ന് BJPക്ക് ഏതാണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് നേടി വിജയിക്കാൻ കഴിയും. ഇതായിരുന്നു BJP ആഗ്രഹിച്ചതും BJP സ്വപ്നം കണ്ടതും. എന്നാൽ അത് നടന്നില്ല എന്ന് മാത്രമല്ല, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ BJPക്ക് കഴിഞ്ഞില്ല. അത് BJPയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. BJPയുടെ സ്വപ്നത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ്. അത് മറികടക്കണം. അതിനുള്ള സാംസ്കാരികമായ അടിത്തറയുണ്ടാക്കുക, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നീക്കം നടത്തുക. ഇത് രണ്ടും BJP ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാംസ്കാരികമായ ഒരു അടിത്തറ എന്ന് വെച്ചാൽ ഭാഷ ഹിന്ദി അടിച്ചേൽപ്പിക്കുക, ഒരു രാജ്യം ഒരു ഭാഷ, ഇത് അവരുടെ പ്രധാന ലക്ഷ്യമാണ്. അതോടൊപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സിലബസുകളിൽ ഇടപെടുക എന്നതും സംഘപരിവാറിന്റെ കൃത്യമായ അജണ്ടയാണ്. അതും ഇപ്പോൾ ഒരു പരിധിവരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എതിർക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് നൽകാതെ ബുദ്ധിമുട്ടിച്ച് അവരുടെ വഴിക്ക് എത്തിക്കുക എന്ന തന്ത്രവും അവർ പയറ്റുന്നുണ്ട്. കേരളത്തിന് പോലും ചില ഘട്ടങ്ങളിൽ അതിന് വഴങ്ങേണ്ടി വരുന്നു എന്നത് ചെറിയ കാര്യമല്ല. എങ്ങനെയാണ് സംസ്ഥാനങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കുക, എങ്ങനെയാണ് ഫെഡറൽ സംവിധാനം ഇല്ലാതാക്കുക, അതിലൂടെ ഒരു ഏകകക്ഷി ഭരണം സ്ഥാപിക്കുക, അതിൽ BJPക്ക് അപ്രമാദിത്വം ഉണ്ടാക്കുക, ഇതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും BJP ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മണ്ഡല പുനർനിർണയം. 543 സീറ്റുകളാണ് ലോക്സഭയിൽ ഇപ്പോഴുള്ളത്. ആ 543 സീറ്റുകൾ ഒന്ന് പുനർനിർണയിക്കുക, ഇതാണ് BJP ആദ്യം ലക്ഷ്യമിട്ടത്. എന്നാൽ അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വന്ന ഘട്ടത്തിൽ അത് തൽക്കാലം മാറ്റിവെച്ചിട്ടുണ്ട്. 800 സീറ്റ് കണക്കാക്കി മണ്ഡലങ്ങൾ വീണ്ടും വിഭജിക്കുക, അതാണ് BJPയുടെ അടുത്ത ലക്ഷ്യം. എന്താണ് അടിസ്ഥാനം? ജനസംഖ്യയാണ്. എന്ന് വെച്ചാൽ ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ നന്നേ കുറയും. അത് സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം നന്നായി ചുരുക്കാൻ കഴിയും പാർലമെന്റിൽ. എന്ന് വെച്ചാൽ BJPയെ എതിർക്കുന്ന സംസ്ഥാനങ്ങൾ പ്രധാനമായും ദക്ഷിണേന്ത്യയിലാണ്. ദക്ഷിണേന്ത്യയിലെ സീറ്റുകൾ കുറക്കുക, അതാണ് BJP ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനസംഖ്യ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം നടത്തിയാൽ കേരളത്തിൽ ഇപ്പോഴുള്ള 20 സീറ്റ് കുറയും. തമിഴ്നാട്ടിൽ ഇപ്പോഴുള്ള 39 സീറ്റിൽ കുറവ് വരും. കർണാടകയിലുള്ള 28 സീറ്റ്, അതിലും ചിലപ്പോൾ കുറവ് വന്നേക്കാം. അതോടൊപ്പം തന്നെ തെലങ്കാനയിലെ 17 സീറ്റ്, ആന്ധ്രാപ്രദേശിലെ 25 സീറ്റ്, ഇതിലൊക്കെ കുറവ് വരാം. അതോടൊപ്പം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ കുത്തനെ ഉയർന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകളുടെ എണ്ണം കുത്തനെ കൂടും. UPയിലൊക്കെ സീറ്റുകളുടെ എണ്ണം വളരെ കൂടാനും ഇരട്ടിയാകാനുമുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ നമ്മോട് പറയുന്നത്. എന്ന് വെച്ചാൽ ഉത്തരേന്ത്യയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ BJPക്ക് അധികാരം പിടിക്കാൻ കഴിയും. ഇന്നത്തെ നില മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. ദക്ഷിണേന്ത്യയെ ഗൗനിക്കേണ്ട കാര്യമേയില്ല എന്ന സ്ഥിതിയിലേക്ക് വരും. ഈ അപകടം രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നുണ്ട്. അത് ആദ്യം കണ്ടത് തമിഴ്നാട് മുഖ്യമന്ത്രിയാണ്, DMK ആണ്. ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെ ആദ്യം ശബ്ദമുയർത്തിയത് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ്. ഇപ്പോഴിതാ മണ്ഡല പുനർനിർണയത്തിന് എതിരെയും ശക്തമായ പ്രതിരോധം ഉയർത്താൻ തയ്യാറായിരിക്കുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. അതിനുവേണ്ടി ആദ്യത്തെ പ്രക്ഷോഭം തമിഴ്നാടിൽ നിന്ന് ആരംഭിക്കാനാണ് ഇപ്പോൾ MK സ്റ്റാലിൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മാസം 22-ന് ചെന്നൈയിൽ പ്രക്ഷോഭം ആരംഭിക്കും എന്നാണ് MK സ്റ്റാലിൻ DMK ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ പ്രക്ഷോഭത്തിലേക്ക് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും, എന്ന് വെച്ചാൽ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇന്ത്യ മുന്നണി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളെ, പ്രതിനിധികളെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചിട്ടുണ്ട് ഇപ്പോൾ MK സ്റ്റാലിൻ. ആർക്കൊക്കെയാണ് കത്തയച്ചത്? കേരളം, കർണാടകം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പശ്ചിമ ബംഗാൾ, ഒഡീഷ, പഞ്ചാബ് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർക്കാണ് കത്തയച്ചിരിക്കുന്നത്. ഈ സംസ്ഥാനങ്ങളെ എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സംയുക്ത കർമ്മ സേന രൂപീകരിക്കാനാണ് ഇപ്പോൾ തമിഴ്നാട് ശ്രമിക്കുന്നത്. അത് എത്രമാത്രം പ്രായോഗികമാകും എന്നറിയില്ല. ഇതുവരെയും സംസ്ഥാനങ്ങൾ ഇത് സംബന്ധിച്ച് ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. സ്റ്റാലിൻ കത്തയച്ചിട്ടുണ്ട്. ആ കത്തിന്റെ മറുപടി എന്തായിരിക്കും എന്നത് വളരെ നിർണായകമാണ്.
എന്തായാലും കേരളം എം കെ സ്റ്റാലിനോടൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ എന്ത് തീരുമാനമെടുക്കും എന്നത് സുപ്രധാനമായ കാര്യം തന്നെയാണ്. 22-ാം തീയതി, ഈ മാസം 22-ാം തീയതി ചെന്നൈയിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൽ മുഖ്യമന്ത്രിമാർ പങ്കെടുത്തില്ല എങ്കിലും അവരുടെ പ്രതിനിധികളെ അയക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് തയ്യാറായാൽ അതൊരു തുടക്കമാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അതിനുശേഷം എല്ലാ മുഖ്യമന്ത്രിമാരെയും ചേർത്തുകൊണ്ട് ഒരു കർമ്മസമിതി രൂപീകരിക്കുക. ആ കർമ്മസമിതി BJPയുടെ ഈ നീക്കത്തിന് എതിരെ ദേശീയ തലത്തിൽ തന്നെ പ്രക്ഷോഭം ആരംഭിക്കുക. അത്തരമൊരു കർമ്മസമിതി വരികയും ഇത്രയും മുഖ്യമന്ത്രിമാർ ഒന്നിച്ചിരിക്കുകയും ചെയ്താൽ സ്വാഭാവികമായും അത് ദേശീയ തലത്തിൽ വലിയ ചർച്ചയായി മാറുകയും അതിലൂടെ BJPയുടെ നീക്കത്തെ പ്രതിരോധിക്കാൻ കഴിയും എന്നാണ് എം കെ സ്റ്റാലിൻ കണക്ക് കൂട്ടുന്നത്. ഇത് ചെറിയ കാര്യമല്ല. കാരണം ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതാണ്. 543 സീറ്റുകൾ പുനർനിർണയിച്ചാലും പുതിയ 800 സീറ്റുകൾ കണക്കാക്കിക്കൊണ്ട് മണ്ഡല വിഭജനം നടത്തിയാലും നഷ്ടമുണ്ടാകുക ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് തന്നെയായിരിക്കും. കാരണം ജനസംഖ്യ വർധനവ് നിയന്ത്രിച്ച് നിർത്തുന്ന സംസ്ഥാനമാണ് പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ല. ഈ മണ്ഡല പുനർനിർണയം വന്നാൽ, ജനസംഖ്യാടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം വന്നാൽ അത് ഏറെ ദോഷം ചെയ്യുക ദക്ഷിണേന്ത്യക്കായിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. അത് തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. അതിലൂടെ തങ്ങളുടെ ആധിപത്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്ഥാപിക്കാൻ കഴിയുമോ? ദേശീയ തലത്തിൽ ഒരു സ്ഥിര ഭരണം BJPയുടേത് കൊണ്ടുവരുവാൻ കഴിയുമോ? ഇതാണ് BJP ലക്ഷ്യമിടുന്നത്. അതിലൂടെ രാഷ്ട്രീയാധികാരം നേടുന്നതോടൊപ്പം സമാന്തരമായി വിദ്യാഭ്യാസ മേഖലയിൽ, ഭാഷാരംഗത്ത് ഒക്കെ ഇടപെട്ട് സംഘപരിവാറിന്റെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതിന് എതിരെയുള്ള പ്രതിരോധമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി DMK നേതാവ് എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഈ മാസം 22-ന് ആരംഭിക്കുന്നത്. മറ്റ് മുഖ്യമന്ത്രിമാർ എന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണിയെ പിന്തുണക്കുന്നവരും അല്ലാത്തവരുമായ 7 മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചിട്ടുണ്ട് ഇപ്പോൾ എം കെ സ്റ്റാലിൻ. കേരളം, കർണാടകം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പശ്ചിമ ബംഗാൾ, ഒഡീഷ, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർക്കാണ് കത്തയച്ചിരിക്കുന്നത്. ഏതായാലും അതൊരു തുടക്കമാകും എന്ന കാര്യം സംശയമേ വേണ്ട. ഇന്ത്യയെ സംരക്ഷിക്കാൻ, ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കാൻ, സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ ചെന്നൈയിൽ നിന്ന് ഒരു തുടക്കം കുറിക്കുകയാണ് എം കെ സ്റ്റാലിൻ ചെയ്യുന്നത്. കൈയടിക്കണം എം കെ സ്റ്റാലിന്റെ ഈ തീരുമാനത്തിന്. കാരണം ഇന്ത്യ ആവശ്യപ്പെടുന്ന നീക്കമാണ് എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും ആരംഭിക്കാൻ പോകുന്നത്.